Hello everyone, welcome back to a new video. Today we'll be analyzing the poem Ruins of a Great House by Derek Walcott. This comes under PGS3 elective paper African and Caribbean literature. So first of all, as usual, we'll be talking about the poet. Derek Walcott was born in the city of Caribbeans, St. Lucia. Most of Derek's poems have the theme of different race, rulers and civilization. His style of writing is reflected in this poem because it revolves around the corrupted or decayed society. The title of the poem, Ruins of a Great House, suggests something is destroyed or decayed, and he might be referring to the remains of a plantation house. Also, the great house suggests that the house may have belonged to the royals or rich people, and it can also be seen as a metaphor for death. So, the main themes in the poems are corruption, transience, classical civilization, and social classes. And the poem mainly focuses on history, colonialism, literature, and corruption through power. And it reflects the period when the British colonized the great extent of the Caribbeans during the 17th, 18th, and 19th century, surrounding the land with plantations where the black slave were made to work and were subjected to abominable cruelties. It is a poem that reveals Walcott's ambivalence towards the culture of Great Britain at its most dominant in the 18th and 19th centuries when slavery was hugely profitable business. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഡെറക്കിൻ്റെ പോയംസ് മെയിൻലി ഇങ്ങനത്തെ കൊളോണിയലിസം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൂടുതൽ നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ പോയംസിൽ കാണാൻ സാധിക്കുന്നത്. റൂയിൻസ് ഓഫ് എ ഗ്രേറ്റ് ഹൗസും ഇതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. കാരണം ഇതിൽ പറയുന്നത് കരീബിയൻ ഐലൻഡ്സിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളനൈസേഴ്സ് വന്ന് അവിടെ അവരുടെ ഒരു ആധിപത്യം ചെലുത്തിയതെന്നും അവിടുത്തെ നേറ്റീവ്സിനെ സ്ലേവ്സ് ആക്കി വെച്ചുകൊണ്ട് മെയിൻലി അവിടെ ഒരു പ്ലാന്റേഷൻ സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ലേവറിയെക്കുറിച്ചും ആണ് പറയുന്നത്. കാരണം ഇപ്പോൾ പോയിട്ട് ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കാണുന്നത് ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഉള്ളൊരു വീട്. പക്ഷെ അതിപ്പോൾ ഡീക്കേ ചെയ്ത് പോവുകയാണ്, അത്രയ്ക്ക് നശിച്ചു. അപ്പോൾ പോയിട്ട് ആലോചിക്കുകയാണ്, ഒരു പക്ഷേ ആയ കാലത്ത് ഇത് എത്രമാത്രം പ്രതാപമുള്ളൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ശക്തിയുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ജീവിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഓർക്കുകയാണ്. പോയറ്റിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഒരു ഇമേജറി എന്ന് പറയുന്നത് ഈ ഒരു കൊളോണിയൽ ഹൗസാണ്. പക്ഷേ അതിപ്പോൾ നശിച്ച് ആ ഒരു അത്രയും ഒരു ഡീക്കേഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അതാണ് പോയറ്റ് പറയുന്നത്. അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരെല്ലാം ഇപ്പം മരിച്ചു പോയി എന്ന് മാത്രമല്ല, അവിടുത്തെ സ്റ്റാച്യൂസ് പോലും ഇപ്പം തകർന്ന് തരിപ്പണമായി, അവിടുത്തെ ചെളിയിലെല്ലാം പൂണ്ടുപോയിരിക്കുന്നു. അതിനുശേഷം വരുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടൊരു ഇമേജറിയാണ് ദ പിക്ചർ ഓഫ് 3 crows. കാരണം കൂടുതലും ദി ഇമേജ് ഓഫ് ക്രോ ആൻഡ് വൾച്ചർ ദേ ഓൾ സിംബലൈസ് ഈവിൾ ഓർ ബാഡ് ലക്ക്. അപ്പോൾ ഈ ഒരു 3 ക്രോ എന്ന് പറയുന്ന ആ ഒരു ഇമേജറിയും ആ ഒരു റൂയിൻ, ആ ഒരു ഡെത്തിനെ ഡീക്കേയാണ് കാണിക്കുന്നത്. ആ ഒരു ഇമേജറി വെച്ചിട്ടാണ് പോയിട്ട് പറയുന്നത് ഈ ഒരു വീട് എന്ന് പറയുന്നത്, ഇപ്പോൾ നാശത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഈ ഒരു വീട് ശരിക്കും മരണത്തിൻ്റെ ആ ഒരു വക്കിലെത്തി. അടുത്തതായി വരുന്ന ഒരു ഇമേജറിയാണ് ഏൻഷ്യൻ ഗ്രീസിൽ കണ്ടുവന്നിരുന്ന അത്രയും ക്വാളിറ്റി ആയിട്ടുള്ളൊരു മാർബിൾ. അത് ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അത് എത്രമാത്രം വളരെ സമ്പന്നമായിട്ടുള്ളൊരു വീടായിരുന്നു എന്ന് പറയുന്നത്. ഏൻഷ്യൻ ഗ്രീസിൽ കാണപ്പെടുന്ന അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള മാർബിൾസ് പോലും ഇട്ടിരുന്നു എന്ന് പറയുമ്പോൾ it must have been a very wealthy and very prosperous house back in the colonial period. പക്ഷെ ഇപ്പം എൻ്റെ അവസ്ഥ ആ മാർബിൾ പോലും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല അടുത്ത ഇമേജറിയാണ് അവിടുത്തെ നേച്ചറിനെ കുറിച്ചുള്ളത്. അതായത് അവിടെ ചുറ്റുമുള്ള മരങ്ങൾ പോലും കുറേയൊക്കെ പട്ടുപോയിരിക്കുന്നു. മാത്രമല്ല തറയിൽ വീണ് കിടക്കുന്ന ഇലകൾ നമ്മൾ മാറ്റി നോക്കുകയാണെങ്കിൽ പല മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും സ്കെലറ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ റിമെയിൻസ് അവിടെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു റിമെയിൻസ് എന്ന് പറയുന്നത്
മിക്കപ്പോഴും അവിടെ ജോലി ചെയ്തിരുന്ന സ്ലേവ്സ് തന്നെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ലേവറിയെ കുറിച്ച് തന്നെയാണ്. കാരണം ഈ ഒരു വീട്ടിൽ ഒരിക്കലും കരീബിയൻ നേറ്റീവ്സ് താമസിക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീട് കരീബിയൻ ഐലൻഡ്സിൽ ഇങ്ങനൊരു വലിയൊരു വീടുണ്ടെങ്കിൽ അത് അവിടെ താമസിക്കുന്നത് ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ സമയത്തെ എന്താണ് ഈ ഒരു പ്ലാന്റേഷൻസ് എല്ലാം നോക്കി നടത്തുന്ന അത്രയും പ്രതാപശാലികളായിട്ടുള്ള ആൾക്കാരായിരിക്കാം അവിടെ താമസിച്ചിരുന്നത്. അത്രയും ഞാൻ പറഞ്ഞു, ആ സമയത്ത് നേറ്റീവ്സിനെ സ്ലേവ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പ്ലാന്റേഷൻ വർക്കിന് വേണ്ടി. അപ്പോൾ എന്താണ് ആ ഒരു അത്രയും ഒരു പ്രോസ്പറസ് ആയിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണ്, കൊളോണിയലൈസേഷൻ നിന്നു എന്ന് മാത്രമല്ല ആ ഒരു സ്ലേവറി സിസ്റ്റം എൻഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് പോലെ തന്നെ എല്ലാം തന്നെ നശിച്ചു. അതുതന്നെയാണ് പോയറ്റ് അടുത്ത ലൈനിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച് പോയറ്റ് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴവർ ആരും തന്നെ എന്താണ് ജീവിച്ചിരിപ്പില്ല. ഇപ്പം ആകെ തന്നെ അവിടെ ഒരു സോളിഡായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഒരു അയൺ വോൾ മാത്രമാണ്. അപ്പോൾ പോയറ്റ് പറയുന്നത് the wall must have been built to protect the great house from guilt perhaps, but not from the worm's rent, not from the padded cavalry of the mouse. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എന്താണ്, ഒരു പക്ഷേ ഈ ഒരു പ്ലാന്റേഷൻ സിസ്റ്റം നടത്തി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്, ഇവിടുത്തെ മിസ്ട്രസ് ആയിട്ടുള്ള ഈ വീടിൻ്റെ മിസ്ട്രസ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനെ മനുഷ്യരെ സ്ലേവ്സ് ആക്കി വെക്കുന്നത് കൊണ്ട് ഉള്ളിലൊരു ഗിൽട്ട് തോന്നുമായിരിക്കാം, ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഗിൽട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു വലിയ വീടിന് ഇത്രയും വലിയൊരു ഇരുമ്പ് കൊണ്ടുള്ളൊരു മതിലുണ്ടാക്കിയത്. പക്ഷെ ആ ഇരുമ്പ് മതിലിന് പക്ഷേ എന്താണ്, ഈ ഒരു വീടിനെ ആ ഒരു ഡീക്കയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ ആ ഒരു വീടിൻ്റെ, ഞാൻ പറഞ്ഞു, നാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ആകെ അവിടെ ഇപ്പോഴും ഒരു സിമ്പിളായിട്ട് നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആ ഇരുമ്പ് മതിൽ മാത്രമാണ്. അതിനുശേഷം എന്താണ്, ആ ഒരു സൊസൈറ്റിയുടെ തന്നെ ഒരു പിക്ചറാണ് പോയിട്ട് തരുന്നത്. അതായത് ഒരു പക്ഷേ കൊളോണിയൽ സമയത്ത് ഇത് എത്രമാത്രം വലിയൊരു എന്താണ് ബംഗ്ലാവ് ആയിരുന്നിരിക്കാം, അതുപോലെ തന്നെ എത്രമാത്രം പവർഫുൾ ആയിട്ടൊരു സൊസൈറ്റി ആയിരുന്നിരിക്കാം ആ ഒരു സമയത്തുണ്ടായിരുന്നത്. കൊളോണൈസേഴ്സ് ഇവിടെ വന്നിട്ട് അവരുടെ യൂറോപ്യൻ ഐഡിയോളജി ഇവിടെ ഇമ്പോസ് ചെയ്യായിരുന്നു, അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ് എല്ലാം ഇവിടെ പ്രൊമോട്ട് ചെയ്യായിരുന്നു. അതുവഴി ഇവിടുത്തെ നേറ്റീവ് കൾച്ചറിനും ലാംഗ്വേജിനും ഒരു അധംപതനം സംഭവിച്ചു. മാത്രമല്ല എന്താണ്, ആ ഒരു സൊസൈറ്റിയും അങ്ങനെ എടുക്കുമ്പോൾ വളരെ കറപ്റ്റഡ് ആയിരുന്നു. കാരണം നേറ്റീവ്സിനെ സ്ലേവ്സ് ആയിട്ട് കണ്ടിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ഒരു രീതിയിലുള്ള പരിഗണനയെ അവരെ കണ്ടിട്ടില്ല. ഒരു മൃഗങ്ങളെ പോലെ, ഒരു പ്രോപ്പർട്ടിയെ പോലെ ആയിരുന്നു അവിടുത്തെ സ്ലേവ്സിനെ, അവിടുത്തെ നേറ്റീവ്സിനെ കണ്ടിരുന്നത്. ആ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇമേജറിയാണ് പോയറ്റിനി പറയുന്ന ആ ഒരു ലൈൻസിൽ പറയുന്നത്. So all the imagery that follows talks about the decay and the loss of energy or validity, and he also mentions the society and the social class, that is the British Empire that owned slaves and were full of privileged wealthy people. So all throughout the poem we see a comparison of now and then. അതായത് ഇപ്പോഴത്തെ ഈ ഒരു വീടിൻ്റെ അവസ്ഥയും പറയുന്നുണ്ട്, അതേസമയം ഇതിന് മുമ്പ്, ഇത് കൊളോണിയൽ പീരീഡിൻ്റെ സമയത്ത് ഇതിൻ്റെ എന്തായിരിക്കാം, ഇതിൻ്റെ ഒരു എൻവയറമെൻറ്റ് എന്തായിരുന്നായിരിക്കാമെന്നും പോയിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കമ്പാരിസൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദി എക്സൈൽഡ് ക്രാഫ്റ്റ്മെൻ, ദ നേറ്റീവ്സ് ഹു വർ ഫോഴ്സ്ഡ് ഇൻ ടു ദി സ്ലേവ് ട്രേഡ് ടു വർക്ക് ഓൺ ദി പ്ലാന്റേഷൻ സിസ്റ്റം. And he also gives an example or the reference to different people such as Milton's Paradise, Kipling, Hawkins, Walter Raleigh, Drake. So all this gives a bit of realism and credibility to the poem. And also all these people, mainly the Hawkins, Raleigh, Drake, they are all Elizabethan explorers. They were corrupted to get the British Empire going.
അതുകൊണ്ടാണ് ഇവിടെ ഒരു ലിറ്റററി ഒരു റെഫറൻസസ് എല്ലാം വരുന്നത്. കാരണം ഒന്ന് എന്താണ്, ഇവരെല്ലാം ബ്രിട്ടീഷ് എംപയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരിലൂടെയാണ് ശരിക്കും ബ്രിട്ടീഷ് എംപയർ വളർന്നതും ഇങ്ങനത്തെ കൊളോണിയലൈസേഷൻ എല്ലാം തന്നെ പോപ്പുലർ ആയതും. അപ്പോൾ കുറേയൊക്കെ ബ്രിട്ടീഷ് എംപയറിൻ്റെ ഈ ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസിൽ ഇവരും ഭാഗമാണ്. Again, it talks about how the Spanish and African people were almost murdered when it comes to the slave trade, and how the world in general was corrupted and decayed. So towards the end of the poem, Derek shows his feelings and attitude about the whole corrupted society. And here we can see his tone of anger, because he mentions how the slaves suffered under the feudal system. And at the end, he talks about how the Britain and England were itself colonies of the Romans itself, but now they have grown to such an extent that they are converting other native lands into colonies. ഇതിൽ അവസാനമായി പറയുന്ന ലൈൻസ് ഒന്നുമില്ല. പോയിറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഒരു സ്ലേവ് ട്രേഡിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓബ്വിയസ്ലി ഒരു എന്താണ് ആങ്കറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് എത്രമാത്രം ഈ ഒരു സ്ലേവ്സ് സഫർ ചെയ്തു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ആ ഒരു പോയറ്റിൻ്റെ എൻഡിങ് ആൽബിയോൺ എന്നുള്ളൊരു പേര് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഈ ഒരു എംപയർ എന്ന് നമ്മൾ വിളിക്കുന്ന കൊളോണിയൽ പവർ എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രിട്ടനും ഇംഗ്ലണ്ടും തന്നെ ഒരു കാലത്ത് റോമിൻ്റെ കോളനീസ് ആയിരുന്നു. ആ സമയം അവരെ വിശേഷിപ്പിച്ചിരുന്ന പേരാണ് ആൽബിയോൺ എന്നത്. അതായത് ഇവർ റോമിൻ്റെ കോളനീസ് ആയിരുന്നു. പിന്നീട് ഇൻഡിപെൻഡൻസ് കിട്ടുകയും ഇവർ തന്നെ വളർന്നൊരു എംപയർ ആയപ്പോൾ എന്താണ്, റോം കാണിച്ചിരുന്ന അതേ ആറ്റിറ്റ്യൂഡാണ് ഇവർ കാണിക്കാൻ തുടങ്ങിയത്. മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കി അവരെ കോളനീസാക്കി മാറ്റുന്നു. അതാണ് ഡെറക് പറയുന്ന ഒരു വലിയൊരു പോയിന്റ്. അതായത് ഇറ്റ്സ് ഐറോണിക്കൽ, റൈറ്റ്? സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു കൊളോണിയൽ പവറിൻ്റെ കീഴിൽ ഒരു കോളനിയായി ജീവിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതാണ്, അതായത് ഒരു എമ്പതി ഉണ്ടാവേണ്ടതാണ് എത്രമാത്രം സഫറിങ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? റോമിൻ്റെ ഒരു കൊളോണിയൽ പവറിൽ നിന്ന് വിട്ടതിന് ശേഷം ഇവർ തന്നെ വലിയൊരു എംപയറായി മാറുകയും മറ്റുള്ള നേറ്റീവ് ലാൻഡ്സിനെ അവിടെ ചെന്ന് ആധിപത്യം സ്ഥാപിച്ച് അവരെ കോളനീസാക്കി മാറ്റിയെന്ന് മാത്രമല്ല, അവിടുത്തെ നേറ്റീവ്സിനെ എല്ലാ രീതിയിലും ഒരു അടിച്ചമർത്തിക്കൊണ്ട് അവരെ സ്ലേവ്സ് ആക്കിക്കൊണ്ട് വളരെയധികം ഒരു വയലൻസും ബ്ലഡ് ഷെഡും ഇവർ തന്നെ ചെയ്യുന്നു. ആൻഡ് ദ irony is they have a colonial history. They were supposed to know or understand the sufferings of colonial lands or the natives. ആ ഒരു irony വെച്ചുകൊണ്ടാണ് ഈ ഒരു പോയം തീരുന്നത്. So the poem mainly explored the inevitable tension arising between master and slave, perpetrator and victim, history and legacy, writer and conscious. When it comes to literary devices, he uses the metaphorical use of a ruined plantation house as the former empire underpins the narrative. The lime fruit mentioned in the poem is a metonym for the British Empire, because lime plantations were particularly profitable and useful because lime fruit helped combat the scourges of scurvy aboard British naval ship. ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനിവിടെ പറഞ്ഞു, കരീബിയൻ ഐലൻഡ്സിൽ ഇവർ വന്ന് പ്ലാന്റേഷൻ സിസ്റ്റമാണ് ഇവർ മെയിൻലി നടത്തിക്കൊണ്ട് പോയത്. എന്തുകൊണ്ടാണ്? കാരണം ബ്രിട്ടീഷ് നേവൽ ഷിപ്സ് വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർക്കെല്ലാം മേജറായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നത് സ്കർവിയാണ്, വൈറ്റമിൻ സിയുടെ ഒരു ഡെഫിഷ്യൻസി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു പ്ലാന്റേഷൻ തുടങ്ങുകയും അതൊരു ലൈം പ്ലാന്റേഷൻ ആവണം എന്നവർ നിർബന്ധം പിടിച്ചതും അതുകൊണ്ടാണ്, ടു ബാറ്റിൽ ദി സ്കർവി. അപ്പോൾ അവിടെ മാനുവൽ ലേബറിൻ്റെ ആവശ്യകത വന്നു. അവർ തീരുമാനിച്ചത് ഇവിടുത്തെ നേറ്റീവ്സിനെ തന്നെ അങ്ങനെ സ്ലേവ് ആക്കാമെന്ന്. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ സ്ലേവ് ട്രേഡും പോപ്പുലർ ആയത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ലിറ്റററി ഡിവൈസ് ഇസ് അല്യൂഷൻ. ദാറ്റ് ഈസ്
the English language and culture as expressed by the notable writers like Donne, Blake, and Kipling, and explorers like Hawkins, Raleigh, and Drake is used to create a sense of irony and antipathy. So, overall, there is anger and reasoning, and finally, compassion and acknowledgement that yes, those slaves who lived and worked here were subjects to appalling injustice, yet those were cruel came from a country that had also once been a colony of the Romans. So, that is the brief analysis of the poem Ruins of a Great House. If it was understandable, do like the video and share your interpretation as well. And I'll see you in the next video. Till then, take care. Thank you.